ഇന്നൊരു പുതിയ വീഡിയോ. ഞാൻ നാളെ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഷേവ് ചെയ്യണം, മുടി വെട്ടണം. അങ്ങനെ ആലോചിച്ച സമയത്ത് നമ്മുടെ കൊച്ചിയിലെ ആദ്യത്തെ ജാവേദ് ഹബീബിനെ അറിയാത്തവരില്ല, ജാവേദ് ഹബീബിൻ്റെ ചെയിൻ ഓഫ് സലൂൺസിലെ കൊച്ചിയിലെ ആദ്യത്തെ ബ്രാഞ്ച് നമ്മുടെ കടവന്ത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തു നിന്നായിരുന്നു അവർ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സലൂൺ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക, അപ്പോൾ എൻ്റെ ഈ കാര്യം ഒന്ന് നടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വീഡിയോയാണെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു സലൂണിൻ്റെ ഇൻറ്റീരിയറും ആ സലൂണിൻ്റെ സെറ്റപ്പും. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിലെ ആദ്യത്തെ ജാവേദ് ഹബീബിൻ്റെ ഫസ്റ്റ് ബ്രാഞ്ച്, കൊച്ചിയിലെ ആദ്യത്തെ ബ്രാഞ്ച് അത് ഇവിടെ ഇതിന് മുകളിലാണ്. നമ്മൾ KP വെള്ളവൻ റോഡ് കടവന്ത്രയിൽ നിന്ന് നമ്മൾ കൊച്ചി കടവന്ത്രയ്ക്ക് പോണ റോഡിൽ അതിൻ്റെ മുകളിലായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നിട്ട്. ഓക്കെ, നമസ്കാരം. താങ്ക് യു. അപ്പോൾ നമ്മുടെ ജാവേദ് ഹബീബ് കൊച്ചി, കേരളത്തിൽ തന്നെ നമുക്ക് ജാവേദ് ഹബീബിന് 5 സ്റ്റോഴ്സാണുള്ളത്, 5 സലൂണാണുള്ളത്. അപ്പോൾ ഇവർ ഒരാളിവിടെ ഉണ്ട്, അദ്ദേഹം ഇവിടെ ഇല്ല. പുള്ളി അപ്പോൾ വിളിച്ചു പറഞ്ഞിരുന്നു ഒന്ന് ഇവിടം വരെ വന്നെന്നുള്ളതൊക്കെ. അപ്പോൾ കുറേ സമയമായിട്ട് നമ്മൾ മാറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവേദ് ഹബീബ് പോലെ ഒരു ബ്രാൻഡഡ് സലൂണിലേക്കുള്ള എല്ലാവിധ എക്യുപ്മെൻറ്റ്സും ബാക്കിയുള്ള അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഈ സലൂൺ നിങ്ങളെ ഒന്ന് കാണിക്കണം. എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ ഇപ്പം നിലവിലുള്ള ഒരേ ഒരു ജാവേദ് ഹബീബിൻ്റെ ഒരേ ഒരു ബ്രാഞ്ചാണ് കേരളത്തിൽ മൊത്തം ഉള്ളത്. അങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട്? നന്നായിട്ട് പോകുന്നു. കോവിഡിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ കറക്റ്റ് സമയത്താണ് തുടങ്ങിയത്. അതിൻ്റെ ഒരു ചെറിയതുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ട് ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര അഗ്രസീവായിട്ടുള്ള വർക്കിലായിരുന്നു. ജസ്റ്റ് ക്ലയൻസൊക്കെ ഒന്ന് ഒഴിവാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് ഇവരായിട്ട്. എല്ലാത്തിനും നമ്മളെ വിളിക്കുകയും എല്ലാ കാര്യങ്ങളും എന്തൊരു ചെറിയ കാര്യം ഉണ്ടായാൽ പോലും ക്ലിപ്പറിൻ്റെ കാര്യത്തിനാണെങ്കിലും എന്തിനായാലും ചെറിയ കാര്യം ഉണ്ടായാൽ പോലും അപ്പോൾ തന്നെ വിളിക്കും. അതെ, അപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ വന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ ആയിക്കളയാം. അന്നത്തെ ഞാൻ നാളെ ഒന്ന് കോഴിക്കോട് പോകാനെടുക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റൈലിങ് ഇവിടെ നിന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സ്റ്റൈലിസ്റ്റിനെ വിളിക്കാം നമുക്കൊന്ന്. അതിന് ശേഷം നമുക്ക് സലൂൺ മൊത്തത്തിൽ നമുക്കൊന്ന് കാണാം. ദിൽഷാദ് ഭായ്, ഇന്ന് ദിൽഷാദിനെ കൊണ്ടാണ് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോണേ. ഹെയർ കട്ട് ചെയ്യണം, താടി ഒന്ന് സെറ്റ് ചെയ്യണം. और मेरा कट करने का है, आपका मर्जी से करो, मुश्किल नहीं. ये ज़्यादा कट करने का नहीं, थोड़ा रख के साइड करने का है. ठीक है, ओके, आइए. അപ്പോൾ മെയിനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന പരിപാടി കഴിഞ്ഞു. വന്ന പരിപാടി ഇനിയാണ് തുടങ്ങാൻ പോണേ. പക്ഷേ എനിക്ക് മുടി വെട്ടണമായിരുന്നു. ശരിക്കും നമ്മളെപ്പോഴും പറയാറുള്ള പോലെ എന്താ പറയുക, കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് വന്നിരുന്നപ്പോൾ ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞു നിനക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി വേഗം എന്നോട് പറഞ്ഞു 2 സൈഡ് ട്രിം ചെയ്തിട്ട് മുകളിൽ നിന്ന് 2 സൈഡിലേക്ക് മെർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ താടി ട്രിം ചെയ്യേണ്ട, സാധാ പോലെ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ പറഞ്ഞു. പക്ഷേ എനിക്കെന്താണോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നു ദിൽഷാദ്. പിന്നെ ഞാൻ സാധാരണ മുടി വെട്ടിക്കഴിഞ്ഞാൽ ടൈം കിട്ടാറില്ല. പക്ഷേ ഇന്ന് ഹെയറൊക്കെ വാഷ് ചെയ്ത് പിന്നെ മസാജ് പറയാതിരിക്കാൻ പറ്റില്ല, കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങാൻ തോന്നിയിട്ടുണ്ട്. അമ്മാതിരിയുള്ള മസാജായിരുന്നു. ഓക്കെ, അപ്പോൾ ദിൽഷാദിന് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് സലൂൺ ഇവർ നമ്മളോട് ആവശ്യപ്പെട്ട പ്രകാരം തന്നെ ഒരേ ഡിസൈനിൽ ബ്ലാക്ക് കളറിൽ, ആക്ച്വലി നമ്മുടെ കയ്യിൽ ഇതൊരു ബ്രൗൺ കളറാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അവരുടെ ആവശ്യം നമ്മളുടെ അടുത്ത് ബ്ലാക്ക് കളറിൽ ചെയ്യണമെന്നായിരുന്നു, ഇതേ ഡിസൈൻ. അങ്ങനെ നമ്മൾ പറഞ്ഞതിന് പ്രകാരം ഇത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സ്ഥലം കുറച്ച് കൺജസ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ഷാംപൂ വാഷ് ആണെങ്കിലും കുറച്ച് സിറ്റിംഗ് ടൈപ്പ് വേണമെന്ന് പറഞ്ഞു.
അതും അതെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ബീജും ബ്ലാക്കും ആയിരുന്നു. പക്ഷെ അത് മാറ്റിയിട്ട് അവർക്ക് ഫുള്ളി ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞു. അതും അതേ ഒരു കണ്ടീഷനിൽ ചെയ്തു കൊടുത്തു. ഞാൻ ഈ സലൂണിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് തോന്നിയൊരു ഈസി ഇതെന്ന് വെച്ചാൽ വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലം. യൂണിസെക്സ് സലൂൺ എന്ന് പറയുമ്പോൾ പലരും നമ്മുടെ സലൂണുകളിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കഞ്ചക്ഷൻ എനിക്ക് ഫീൽ ചെയ്തില്ല. കറക്റ്റ് റിസപ്ഷനും ഇവിടെ വരുന്ന ആളുകൾക്ക് രണ്ട് സൈഡിലേക്കും പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ. ഇതാണ് ശരിക്കും ഫ്രണ്ടിൽ വരുന്ന നമ്മുടെ ഹെയറിൻ്റെ സെക്ഷൻ. പിന്നെ നല്ലൊരു പ്രൊഡക്റ്റ് കാറ്റലോഗ് പ്രൊഡക്റ്റ് ഷോ ചെയ്യുന്ന രീതിയിൽ നല്ലൊരു സ്ഥലം ഇത് കാണിച്ചിരുന്നു. ഈ ഒരു ശരിക്കും നമ്മുടെ സലൂൺസിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു സെഗ്മെൻ്റാണ് ഈ റീറ്റെയിൽ സെഗ്മെൻറ്റ്. കസ്റ്റമർക്ക് നമ്മുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഷാമ്പൂ, കണ്ടീഷണർ പോലെയുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ സജസ്റ്റ് ചെയ്യുമ്പോൾ സലൂണിന് അതൊരു വരുമാനം കൂടിയാണ്. ആക്ച്വലി പലരും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇവിടെ നല്ല സ്റ്റൈലായിട്ട് തന്നെ അത് ഡിസ്പ്ലേയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന സമയം സ്റ്റാഫൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് ലീവായ സമയമാണ്. കുറച്ച് നമ്മൾ വന്നപ്പോൾ വൈകി. വളരെ പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ്. പിന്നെ നമുക്ക് അകത്തേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് വിശാലമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലം, അതേപോലെ തന്നെ ഒരു സെറ്റി, പിന്നെ അടിപൊളിയായിട്ട് പെഡിക്യൂർ, ലക്ഷറി പെഡിക്യൂറാണ്. ഏറ്റവും നല്ല ചെയറും സംവിധാനങ്ങളാണ് അവർ ചെയ്തത്. പെഡിക്യൂർ എനിക്കുണ്ട്. പെഡിക്യൂറിൻ്റെ കാര്യത്തിലൊക്കെ കസ്റ്റമേഴ്സും ഓക്കെ അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ അതെ, കസ്റ്റമേഴ്സിന് സുഖമായിട്ട് ഇരിക്കാനും കഴിയുന്ന രീതിയിൽ വേറെ കൺജഷനൊന്നുമില്ല. സെയിം ഒരു ഷാമ്പൂ വാഷ് ഇവിടേക്കൊക്കെ ലേഡീസിന് വേണ്ടി വെച്ചാണോ അത്? പ്രൈവസിക്ക് വേണ്ടി. ഓക്കെ. ഇവിടെ തന്നെ ഇത് അതേപോലെ തന്നെ എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമായി. എല്ലായിടത്തും ഞാനിങ്ങനെ കണ്ടിരുന്നു. അവിടെ ഫ്രണ്ടിലും കണ്ടിരുന്നു ഈ ഒരു അറേഞ്ച്മെൻറ്റ്. ടവൽസ് വെക്കാനും അതുപോലെ തന്നെ സാധനങ്ങൾ വെക്കാനുള്ള ഒരു ക്യാബിൻ കൊടുത്തേക്കണേ. ഈ ഇൻറ്റീരിയറിനെ ഒരു വിധത്തിലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ. പിന്നെ ജാവേദ് ഹബീബിൻ്റെ എല്ലാ സലൂൺസിലും ഈ ഒരു സ്റ്റിക്കർ വർക്കാണ് വരിക എന്നുള്ളത് എനിക്ക് ആക്ച്വലി വിജയേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ ആദ്യം വിചാരിച്ചത് സ്റ്റിക്കർ വർക്കല്ല വരച്ചതാണെന്ന് വിചാരിച്ചത്. പക്ഷെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഇൻറ്റീരിയർ ചെയ്ത് ഈ ഒരു ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ സാധനങ്ങൾ വെക്കുന്ന ആ ഒരു കൗണ്ടർ വരുമ്പോൾ മൊത്തത്തിലൊരു ഡിസ്റ്റർബൻസ് ആവാറുണ്ട്. പക്ഷേ ഇവിടെ അത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അത് തീരെ അറിയാത്ത രീതിയിൽ ഇതായിരുന്നു. അവരുടെ ഇത് തന്നെ പോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ചെയറിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ ഇതിനോടനുബന്ധിച്ച് തന്നെ പ്രൈവസി ആയിട്ട് ഫേഷ്യലും കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളി വുഡൻ ബെഡ്, സാധനങ്ങൾ സ്റ്റോറേജും കാര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഇതിൽ തന്നെ വെക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഫേഷ്യൽ ചെയ്യാൻ ഇരിക്കാനുള്ളൊരു ചെയറും കാര്യങ്ങളും. വാഷ് ബേസിന് ഇവിടെ തന്നെ ഉണ്ട്. വാക്സിങ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇത് അതേപോലെ തന്നെ അടുത്ത ഒരു ഫേഷ്യൽ റൂം, അതിലും ഇതേപോലെ തന്നെ ഇരിക്കാനുള്ളൊരു സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ടേബിള് കാര്യങ്ങൾ. ഇതിലും വാക്സിൻ ഹീറ്ററും കാര്യങ്ങളെല്ലാം രണ്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവരുടെ ഒരു ഓഫീസ് സംവിധാനം. അത്യാവശ്യം ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനും കാര്യങ്ങളും സംസാരിക്കാനൊക്കെ ഉള്ളൊരു ഇത്. നമ്മൾ എപ്പോഴും സലൂണൊക്കെ ചെയ്യുമ്പോൾ ഇനി ആളുകൾക്കൊക്കെ എല്ലാവർക്കും ചെയ്യാനുള്ളൊരു സംവിധാനമാണ്. പ്രത്യേകിച്ചും കമ്പനിയുടെ ആളുകൾ വരും. അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻസ് ആണെങ്കിൽ കുറച്ച് പ്രീമിയം ക്ലയൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വന്ന് ഇരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു മാനേജ്മെൻറ്റിന് എന്തായാലും ചെറിയൊരു റൂമാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഓഫീസ് ഒരു പ്രൈവസി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സ്റ്റീമേഴ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സ് ഇവിടുത്തെ ടവൽസും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനും ഡ്രൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ കംപ്ലീറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇതൊന്നും അകത്തേക്ക് കാണിച്ചു ആർക്ക് വേണമെങ്കിലും കണ്ടാൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടവലും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്കും ക്ലീനായിട്ടും ചെയ്യുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് സലൂൺ. പിന്നെ അപ്പുറത്തേക്കൊരു ഒരു വാഷ്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വാഷ്റൂമുണ്ട്. അതുകൂടാതെ താഴത്തേക്ക് ജനറേറ്ററിൻ്റെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ. ചേട്ടൻ എപ്പോൾ വന്നാലും നിങ്ങളോട് ഉണ്ടാവും. എൻ്റെ പേര് പറഞ്ഞാൽ മതി, മിഡാസ് എന്ന് പറഞ്ഞിട്ട് വന്നാന്ന് പറഞ്ഞാൽ മതി. പുള്ളിയെ വേണ്ട ഇതിൽ കൈകാര്യം ചെയ്ത് തരും. ഇത് സലൂൺ വരുന്നത് നമ്മളുടെ കടവന്ത്ര ജംഗ്ഷനിൽ നിന്ന് കൊച്ചു കടവന്ത്ര പോണ റോഡ്, കെ പി വള്ളോൺ റോഡ്. അതിലങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 400 മീറ്റർ, ഓൾമോസ്റ്റ് 400 മീറ്റർ ആകുമ്പോൾ നിങ്ങളുടെ അവിടെ നിന്ന് കടവന്ത്രയിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുള്ളവർക്ക്, ജാവേദ് ഹബീബ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ പരിചയപ്പെടാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ഈ സലൂൺ വിസിറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു ഹെയർ കട്ടും ബാക്കിയുള്ള ഏത് കാര്യങ്ങളും. ഞാൻ വന്നപ്പോൾ തന്നെ ഭയങ്കര റഷായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ ദിൽഷാദിൻ്റെ മസാജിങ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സലൂൺ സന്ദർശിക്കുക. വളരെ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് എല്ലാം കൊണ്ടും താഴെ പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ അവർ സെപ്പറേറ്റ് ജാവേദ് ഹബീബിന് തന്നെ താഴെ ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സലൂൺ പരിചയപ്പെടുത്തിയത് നമ്മളുടെ മുൻ സംവിധാനങ്ങളെ കണ്ടിട്ടാണ്. അപ്പോൾ പുതിയൊരു സലൂൺ ഇനിയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ വീണ്ടും വരും. തൽക്കാലം
താങ്ക് യു ഫോർ ദ ട്രീറ്റ്. താങ്ക് യു ഫോർ യുവർ വിസിറ്റ്. ബൈ.